വയനാടിൽ നിന്നും ജയിച്ച പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ പങ്കെടുത്തില്ല. രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിട്ടും ഇത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലിൻ്റെ മേലെയുള്ള ചർച്ചയിൽ പങ്കെടുത്തില്ല. കണ്ണൂരിൽ നിന്നുള്ള MP മാത്രമല്ല, KPCCയുടെ പ്രസിഡന്റ് ചർച്ചക്കായി പേര് നൽകുകയും കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കെ സുധാകരൻ്റെ പേര് ആവർത്തിച്ച് വിളിച്ചിട്ടും സുധാകരൻ സംസാരിക്കില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമുദായിക മത നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ സാമുദായിക മതവിശ്വാസികളുടെയും വോട്ടുകൾ കേരളത്തിൽ BJPക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമൊക്കെ ഒരുപോലെ അനിവാര്യമായത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ വഖഫ് ബോർഡ് വിഷയത്തിലും അതുമായി ബന്ധപ്പെട്ട് മുനമ്പം വിഷയത്തിലുമൊക്കെ പലരും വോട്ട് ബാങ്കിനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പല നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. തങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റിയോടൊപ്പം നിന്നത് എന്ന് വാദിക്കുന്നവരുണ്ട്. അല്ല, മറ്റു 2 പാർട്ടികളും ക്രൈസ്തവർക്കെതിരായിരുന്നു അല്ലെങ്കിൽ മുസ്ലിം സമുദായങ്ങൾക്കെതിരായിരുന്നു എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളും ഓരോ പാർട്ടിയും നടത്തുന്നുണ്ട്. ഇപ്പോൾ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയില്ല ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെന്നും കേരളത്തിലെ KPCC അധ്യക്ഷനും കണ്ണൂർ MPയുമായ കെ സുധാകരനും ഈ വിഷയത്തിൽ ഇടതുപക്ഷ MPയായ കെ രാധാകൃഷ്ണനെ വിളിക്കുന്നതിന് 3 തവണ വിളിച്ചപ്പോഴും അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി ഒരു അക്ഷരം പോലും പാർലമെന്റിനുള്ളിൽ സംസാരിക്കുവാൻ തയ്യാറായില്ല എന്ന് CPM സംസ്ഥാന അധ്യക്ഷനായ MV ഗോവിന്ദൻ മാഷ് ഉന്നയിച്ചു. ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തെ കോടതി ശരിവെച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് വരാൻ പോകുന്നതെന്നടക്കമുള്ള പല കാര്യങ്ങളും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ആ പത്രസമ്മേളനത്തിൻ്റെ ഭാഗങ്ങൾ കേൾക്കാം. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്ന് മതനിരപേക്ഷതയുടെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുക എന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുക എന്നുള്ള സമീപനം കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതി ഫലപ്രദമായ നിലയിലുള്ള നിലപാട് വഖഫ് ഭേദഗതി നിയമത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെച്ച കാഴ്ചപ്പാടാണ് ശരി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആരെതിർത്താലും ഈ ബില്ല് ഞങ്ങൾ നിയമമാക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാവരോടുമായിട്ട് നടത്തിയ വെല്ലുവിളി. അതിന് നേരെയുള്ള അതിശക്തിയായ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടായത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുത്ത് അവരെ 2ാം തരം പൗരന്മാരാക്കി വർഗീയ ശക്തികൾ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ച പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി നിയമം. ആർട്ടിക്കിൾ 26 പ്രകാരം ഇന്ത്യയിലെ ഓരോ മതവിഭാഗത്തിനും ദാനത്തിലൂടെ ലഭിക്കുന്നതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ ആ രീതിയിൽ സ്വരൂപിക്കാനും സമുദായ സ്വത്തുക്കളുടെ മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയവ മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടന ആർട്ടിക്കിൾ 26 പ്രകാരം കൈകാര്യം ചെയ്യേണ്ടത്.
വഖഫ് നിയമത്തിലെ ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം സ്വയംഭരണാവകാശം അവരെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ അത് പരിമിതപ്പെടുത്താനാണ് ഭരണഘടനാപരമായ അടിസ്ഥാന നിലപാടുകൾക്കെതിരായി അതിനെ മറികടക്കാൻ ഭേദഗതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഘടനയെ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന കാര്യം സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിലൂടെയാണ് മതനിരപേക്ഷത എന്ന ഏറ്റവും ശ്രദ്ധേയമായ അടിസ്ഥാനപരമായ സമീപനം അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടന്നുകൊണ്ട് നിയമം കൊണ്ടുവരുമ്പോൾ ശരിയായ നിലപാട് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണഘടനയിൽ നിന്നുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമാണ്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് സുപ്രീം കോടതി നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എടുത്ത നിലപാട് പാർലമെൻറ്റിന് മുകളിലുള്ള കടന്നാക്രമമാണ് എന്നെല്ലാമുള്ള ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ തന്നെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നായിട്ടാണ് കാണേണ്ടത്. കോടതിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനാവകാശം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടിച്ചേർന്ന് വായിക്കുമ്പോഴാണ് അമിതാധികാര വാഴ്ചയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകുക. BJP സർക്കാർ കൊണ്ടുവന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ ശക്തമത്തായ നിലപാടാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിലും വിവാഹമോചന നിയമം ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമങ്ങൾക്കുമെല്ലാം എതിരായ ശരിയായ നിലപാട് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റേത് എന്ന് എല്ലാവർക്കും അറിയാം. വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് കോൺഗ്രസ് MP-മാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത്. വയനാടിൽ നിന്നും ജയിച്ച പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ പങ്കെടുത്തില്ല. രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിട്ടും ഇത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലിൻ്റെ മേലെയുള്ള ചർച്ചയിൽ പങ്കെടുത്തില്ല. കണ്ണൂരിൽ നിന്നുള്ള MP മാത്രമല്ല, KPCCയുടെ പ്രസിഡന്റ് ചർച്ചക്കായി പേര് നൽകുകയും K. രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം K. സുധാകരൻ്റെ പേര് ആവർത്തിച്ച് വിളിച്ചിട്ടും സുധാകരൻ സംസാരിക്കില്ല. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമായിരുന്നിട്ടും പാർട്ടിയിൽ കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടുന്ന പ്രതിനിധികളായ സഖാക്കളെ വളരെ ശ്രദ്ധേയമായ ഒരു നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് എന്നുള്ളതുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പാർട്ടി നിയോഗിച്ചത്.
പാർട്ടി നിലപാട് ശക്തിയായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു.